ധന്യ പാർത്ഥൻ ഇപ്പോൾ ഒരു പുതിയ വിവരം വന്നിരിക്കുന്നു. നമ്മുടെ ഗുണ്ടാ നേതാവ് ആയി അറിയപ്പെടുന്ന ഓം പ്രകാശ്, അദ്ദേഹം പ്രതിയായ ഒരു ലഹരി കേസ് ഉണ്ട്. ആ ലഹരി കേസ് അറിയാലോ, അത് വിവാദമായത് എങ്ങനെയാണെന്ന് അറിയാലോ. അവിടെ ഒരു സിനിമാ നടനും, യുവ തലമുറയിൽപ്പെട്ട ഒരു സിനിമാ നടനും നടിയും അവിടെ ചെന്നിരുന്നു. ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും ഇയാളെ കാണാൻ ചെന്നിരുന്നു. അതിനുശേഷം ഇയാൾ അവിടെ ഇവർ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോലീസ്, അത് ലഹരി പാർട്ടിയാണ് നടന്നത്. ഏതാണ്ട് 20 പേര് ഇദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു, ഓം പ്രകാശിനെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ഈ ലഹരി പാർട്ടിയാണ് അവിടെ നടന്നതെന്ന് പറഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പക്ഷെ അന്നത് പോലീസിന് തെളിയിക്കാൻ പറ്റിയില്ല. ഇയാൾ ജാമ്യം കിട്ടി പുറത്തു വന്നു. ഇപ്പോൾ ഇതാ ഫോറൻസിക് റിപ്പോർട്ട് വന്നിരിക്കുന്നു. അയാൾ ഇവർ ലഹരിയാണ് ഉപയോഗിച്ചിരുന്നത്, വളരെ മാരകമായൊരു മയക്കുമരുന്ന്. അതിൻ്റെ പേരൊന്നും ഇപ്പം നമ്മൾ വിശദീകരിക്കേണ്ട, പക്ഷെ മാരകമായൊരു മയക്കുമരുന്ന് ആണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത് എന്ന് ഫോറൻസിക് പരിശോധനാ ഫലം വന്നിരിക്കുന്നു. എന്താണ് കൂടുതൽ നടപടി? ധന്യക്ക് എന്താണ് അതിനകത്ത്? ഇപ്പോൾ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും അന്ന് പോലീസ് രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് പ്രയാഗ മാർട്ടിന് ക്ലീൻ ചീറ്റൊക്കെ കൊടുത്തത് നമ്മൾ കണ്ടതാണ്. ഓം പ്രകാശ് അതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ചാനലിൽ വന്നിരുന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തത് ഭയങ്കര വൈറലായതൊക്കെ നമ്മൾ കാണാം. അതിൽ അദ്ദേഹം തീർത്ത് പറഞ്ഞത്, ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല, എൻ്റെ മുറിയിൽ നിന്ന് പോലീസ് ലഹരി കണ്ടെടുത്തിട്ടില്ല. ഒരു കവർ കണ്ടെടുത്തു, അത് ആരോ പൊതിഞ്ഞുകൊണ്ടിട്ടതാണ്. അത് എൻ്റെ മുറിയിൽ നിന്നല്ല കണ്ടെടുത്തത്, എൻ്റെ സുഹൃത്തിൻ്റെ മുറിയിൽ നിന്നാണ് കണ്ടെടുത്തത്. എനിക്ക് ഈ ലഹരി ഇടപാടുമായി ബന്ധമില്ല. മാത്രമല്ല പ്രയാഗ മാർട്ടിനെ കണ്ടിട്ടില്ല, ശ്രീനാഥ് ഭാസിയെ കണ്ടിട്ടുമുണ്ട് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് നമ്മുടെ മരടിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് ഈ സംഭവം നടന്നത് അല്ലേ? അതെ, ക്രൗൺ പ്ലാസ എന്ന് പറയുന്ന ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലാണ്. അവിടെയാണ് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പല മീറ്റിങ്ങുകൾ നടത്താനും പലരെ കാണാനും ഒക്കെ വരുന്നത്. ഇടയ്ക്ക് പ്രയാഗ മാർട്ടിൻ്റെ ഒരു രീതിയോടും ഒക്കെ വലിയ വിമർശനങ്ങൾ, വസ്ത്ര രീതിയോടും പ്രയാഗ മാർട്ടിൻ്റെ തന്നെ മുടിയുടെ ഒക്കെ പല വിമർശനങ്ങളും ഒക്കെ വന്നിരുന്ന ആ സമയത്ത് തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ പ്രയാഗ മാർട്ടിനെതിരെ വന്നത്. പക്ഷേ പ്രയാഗയെ ചോദ്യം ചെയ്തതിന് ശേഷം പ്രയാഗ അതിൽ നിന്നൊക്കെ എനിക്ക് അത്തരത്തിൽ ഒരു തരത്തിലുമുള്ള ബന്ധം ഈ ഓം പ്രകാശുമായില്ല, ഓം പ്രകാശിനെ അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഓം പ്രകാശിന്റെ കൂടെ ഒരാളും കൂടെ അറസ്റ്റിലാണ്, ഷിഹാസ്. ഇപ്പൊ പറയുന്നത് ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് പ്രതിയായ ലഹരി കേസുമായി ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഓം പ്രകാശ് താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ കൊക്കൈൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഹോട്ടലിൽ ലഹരി പാർട്ടി തന്നെയാണ് നടന്നതെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓം പ്രകാശിന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. മാത്രമല്ല കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനും സാധ്യതയുണ്ട്. അതിൽ ലഹരി പാർട്ടി നടന്ന മുറിയിലേക്ക് താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും എത്തിയതിനെ കുറിച്ചും പോലീസ് ഇനി കൂടുതൽ അന്വേഷണം നടത്തും. അന്ന് ഇവർ പോയത് സുഹൃത്തിനെ കാണാനെന്നൊക്കെയാണ് പ്രയാഗ മാർട്ടിൻ പറഞ്ഞത്. പക്ഷെ അതിൽ പോലീസ് ഇപ്പോൾ വിശ്വാസം വരുന്നില്ല. കാരണം ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതിനൂടെ അത് കാണുന്നില്ല. വാർത്ത എന്തെങ്കിലും ഇതിൽ കൂടുതൽ പറയാനുണ്ടോ? അല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഉപയോഗിക്കരുതാത്തൊരു ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഉപയോഗിച്ചു എന്നുള്ളതല്ല, അവിടെ നിന്ന് കണ്ടെത്തിയ കവറിൽ അതിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഫോറൻസിക് റിപ്പോർട്ട്. അല്ല, ഇത് ഇടയ്ക്കൊരു ചോദ്യം, ഇത് എന്തുകൊണ്ടാണ് അന്ന് പോലീസിന് ഇത് കോടതിയിൽ ഇതിന്റെ തെളിവുകൾ സമർപ്പിക്കാൻ പറ്റാതെ? അത് ഫോറൻസിക് റിപ്പോർട്ട് പരിശോധനാ ഫലം വരാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ പ്രാഥമിക പരിശോധനയിൽ അത് എന്താണെന്ന് തെളിയിക്കാൻ പോലീസിന് പറ്റിയില്ല. അതാണ് ഇവര് ജാമ്യം കിട്ടാൻ കാര്യം അല്ലേ ഈ ഓം പ്രകാശ്? അതെ, യഥാർത്ഥത്തിൽ ഈ ഫോറൻസിക് പരിശോധനയിൽ ഇതെന്താണ് യഥാർത്ഥത്തിൽ ഈ വസ്തു എന്നത് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കോടതിയിൽ അതിൻ്റെ തെളിവുകൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. പക്ഷേ ഇതിൻ്റെ മറ്റു ചില നിയമവശങ്ങളിലേക്കും കൂടെ ഞാനൊന്ന് പോവുകയാണ്. കാരണം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കേസിനകത്ത് ഇവർ അതായത് പ്രയാഗ മാർട്ടിൻ വന്നത് ഒരു സുഹൃത്തിനെ കാണാനാണെന്നാണ് പോലീസിന് മൊഴി കൊടുത്തത്. ആ സുഹൃത്ത് ഏതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സുഹൃത്തിനെ കാണാൻ അവിടേക്ക് ചെല്ലാൻ സുഹൃത്ത് ആവശ്യപ്പെട്ടതായും സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രയാഗ മാർട്ടിന് പോലീസ് ക്ലീൻ ചിറ്റ് കൊടുത്തത്. രണ്ടാമത്തത് ഈ പറയുന്ന ഓം പ്രകാശിന്റെ മുറിയിൽ നിന്നല്ല ഈ പറഞ്ഞ വസ്തു കണ്ടെടുത്തിട്ടുള്ളത്. അതായത് വേറൊരു റൂമിൽ നിന്നാണ് ഈ വസ്തു, അതായത് ഒരു കവറിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഇതിൽ ഈ പറയുന്ന ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്താലും ഇദ്ദേഹം, അതായത് ഈ പറയുന്ന ഓം പ്രകാശ് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പോലീസിന്
ഗുരുതരമായ എന്താണ് സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത് ഓം പ്രകാശ് ഒരു കുറ്റവാളിയായതിനാൽ ആ ഒരു ലേബലിൽ അദ്ദേഹത്തിനെതിരെ ചില കാര്യങ്ങൾ കോടതിയിൽ പറയാം, കോടതിയുടെ വിവേചനാധികാരത്തിൽ അദ്ദേഹത്തിന് ജാമ്യം റദ്ദാക്കാം. പക്ഷേ ശ്രീനാഥ് ബാസിയിലേക്കും ഈ പറയുന്ന ഈ പുള്ളിക്കാരി പ്രയാഗയിലേക്കും എത്തുമ്പോൾ ഇവരിത് കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തെളിവുകൾ കൊടുക്കാൻ പോലീസിന് കഴിയില്ല. അവരവിടെ വന്നു എന്നുള്ളത് കൊണ്ട് അവരത് കുറ്റമല്ലല്ലോ. അതെ, വന്നു എന്നുള്ളത് കൊണ്ട് അവരത് ഉപയോഗിച്ചു എന്ന് പറയാൻ കഴിയില്ല. അവർ വന്നപ്പോൾ അവരറിയാതെയാണ് മറ്റവരത് ഉപയോഗിച്ചതെങ്കിൽ അവർക്കതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബ്ലഡ് സാമ്പിൾ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് അത് തെളിയിക്കണമായിരുന്നു, ശാസ്ത്രീയ പരിശോധനയ്ക്ക് തെളിയിക്കണമായിരുന്നു. അത് തെളിയിക്കാനുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ചില കെമിക്കലുകൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇനി അതല്ലാതെ ചില പരിശോധനകളൊക്കെ ഉണ്ട്, വളരെ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില പരിശോധനകളുണ്ട്. പക്ഷെ അത് നടത്താൻ പോലീസ് തയ്യാറായിട്ടുമില്ല. അതൊക്കെ നടത്തണമെങ്കിൽ കോടതിയുടെ ഒക്കെ പ്രത്യേക അനുമതി വേണം. നമ്മൾ അങ്ങനെയൊന്നും നടത്താൻ പറ്റില്ല ഇത്തരം സാധനങ്ങളൊക്കെ. അപ്പൊ ചില പരിമിതികൾ ഈ കേസിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മാത്രമല്ല പ്രയാഗയുടെ കാര്യത്തിൽ പ്രയാഗ പൂർണ്ണമായിട്ടും രക്ഷപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷെ ശ്രീനാഥ് ബാസിയുടെ കാര്യത്തിൽ അത് ഈ കേസിനകത്ത് പ്രയാഗ മാർട്ടിൻ ഈ ഒരു വസ്തു ഉപയോഗിച്ചു എന്നുള്ളത് പോലീസിന് തെളിയിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ പ്രയാഗ അവിടെ വരുന്നത്? ഒരു സുഹൃത്തിനെ കാണാൻ. ആ സുഹൃത്തിനെ ചോദ്യം ചെയ്തപ്പോൾ സുഹൃത്ത് സമ്മതിച്ചു, അതെ ഞാൻ വിളിച്ചിട്ടാണ്, ഞാൻ ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നത്, കഴിഞ്ഞു. പിന്നെ അവരെ അതൊരു ക്രൈമാണോ? അല്ല. പിന്നെ അവരെ എങ്ങനെ ഇതിനകത്ത് കൊടുക്കും? അപ്പോൾ അവരെ എങ്ങനെ ഇതിനകത്ത് പ്രതി ചേർക്കും? അതിന് പോലീസിന് സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. അതേസമയം ഇപ്പോൾ ശ്രീനാഥ് ബാസി ഈ ഓം പ്രകാശിനെ വന്ന് കണ്ടു, ഓം പ്രകാശിനെ സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇതുമായി കണ്ടെത്തി എന്നൊക്കെയാണ് കണക്ട് ചെയ്തിട്ട്. അപ്പൊ അത് വെച്ചിട്ട് ശ്രീനാഥ് ഒരുപക്ഷെ പോലീസിന് വേണമെങ്കിൽ പറയാം, ഇയാൾ ഇത് വാങ്ങാൻ വന്നതായിക്കൂടെ, അങ്ങനെ ചിന്തിക്കാമല്ലോ. ഈ വസ്തു വാങ്ങാൻ വേണ്ടി, വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി വന്നതായിക്കൂടെ. അപ്പൊ അതൊക്കെ പോലീസിന് ഈ എന്താ പറയണ്ടേ, FIR ഇടുമ്പോ തന്നെ പോലീസിന് അറിയാം ഇത് ഏതൊക്കെ വകുപ്പ് എങ്ങനെയൊക്കെ ചേർക്കണം. അതുകൊണ്ട് ശ്രീനാഥ് ബാസിയുടെ കാര്യത്തിൽ ഒരു പക്ഷേ എന്തെങ്കിലും നിയമ നടപടികൾ മുന്നോട്ട് പോയേക്കാം. പക്ഷെ പ്രയാഗ മാർട്ടിന്റെ കാര്യത്തിൽ പാർത്ഥൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നില്ല അത് ഇട്ടാലും നിൽക്കില്ല. ഈ ശ്രീനാഥ് ബാസിയുടെ കാര്യത്തിൽ എന്താണ് സാഹചര്യ തെളിവുകൾ അടിസ്ഥാനമാക്കി ഇവർക്ക് FIR ഇടാൻ സാധിച്ചേക്കും. ശ്രീനാഥ് ബാസിയെ ചോദ്യം ചെയ്യാം, കസ്റ്റഡിയിൽ വാങ്ങാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പോലീസിന് ചെയ്യാം. പക്ഷേ അതും അന്തിമവാദത്തിൽ കോടതിയിൽ നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ഓം പ്രകാശ് പോലും ഈ കേസിൽ നിന്ന് ഊരിപ്പോകാനുള്ള സാധ്യത. കാരണം ഓം പ്രകാശിന്റെ അടുത്ത് നിന്ന് ഈ പറയുന്ന വസ്തുക്കളൊന്നും പിടിച്ചിട്ടില്ല. അദ്ദേഹം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് കൃത്യമായിട്ട് ഇതിനുള്ള പിന്നെ എന്താ പരിശോധനാ ഫലം വളരെ ക്ലിയർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ കോടതി നടപടി. RTOയുടെ നേതൃത്വത്തിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ അവിടെ പോയി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചെടുക്കുന്നത് തെളിവുകളോടുകൂടി പിടിക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഒരു ഹോട്ടൽ, ഞാൻ താമസിക്കുന്ന ഒരു ഹോട്ടൽ റൂമിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഞാൻ ഉത്തരവാദിയല്ല. അല്ല, മാത്രമല്ല ഇതൊക്കെ പൗരസ്വാതന്ത്ര്യത്തിനും വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ്. ആർക്കും എവിടെയും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പോലീസ് വന്ന് അങ്ങോട്ട് കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കോടതി അതിനെല്ലാം എടുത്ത്. പക്ഷേ വരുമ്പോൾ പോലീസ് ഉന്നയിക്കുന്ന വാദവും നമ്മൾ ഉന്നയിക്കുന്ന വാദം പോലൊരു വാദമാണ് പ്രോസിക്യൂഷന്റെ. പക്ഷേ നമുക്ക് ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായി. അത് പറയുന്ന സമയത്തും ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ ഒന്നുമല്ല, ഇതൊന്നും ഒരു പ്രയാഗ മാർട്ടിനിലോ ഒരു ശ്രീനാഥ് ബാസിയിലോ ഒന്നും അല്ല നിങ്ങൾ തേടേണ്ടത്. കേരളത്തിലേക്ക് കാലങ്ങളായിട്ട് ലഹരി കുത്തിയൊലിച്ചു കൊണ്ടിരിക്കുന്ന വഴികൾ ഏതാണ്, ആ വഴികൾ എങ്ങനെ അടയ്ക്കാം, അത് ഏതൊക്കെ ആളുകളിൽ നിന്നാണ് വരുന്നത്, ആരുടെയൊക്കെ സ്രോതസ്സുകൾ, ആരുടെയൊക്കെ സഹായമാണ് ഇതിന് കിട്ടുന്നത്, ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികളാണ് സഹായം ചെയ്തു കൊടുക്കുന്നത്, ആ രീതിയിൽ കൃത്യമായി അന്വേഷിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇതിന് പൂട്ടിടാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഒരു എക്സൈസ് ഓഫീസർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട അഡ്വക്കേറ്റിനോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ വിഷയങ്ങളെല്ലാം അറിയാം, പക്ഷേ ഞങ്ങൾ നിസ്സഹായരാണ് എന്നതാണ്. ആ വാക്കുകൾ എല്ലാം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും.